is your vacation? Yes. Now വിദ്യാഭ്യാസം തൊട്ട് അവിടെ അവിടെ എത്തിച്ചേർന്നോടം വരെയുള്ള കാലങ്ങൾ ഇന്ത്യ കേരള അവിടെ വന്നിട്ട് ഇപ്പം പബ്ലിക് സ്കൂൾ ആണെങ്കിലും പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിലും മാനേഴ്സ് വേണം അവിടെ. ബ്ലഡ് ഇല്ലാതെ ഉണ്ട് നീറ്റ്നെസ്. ഇവിടെ അതില്ല. ജോർജ് കുളങ്ങര, ശശി തരൂര് ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? My name is Michael. Michael. Full name? Michael Ranjan Thomas. Michael Ranjan Thomas. Yeah. I think that now it is your vacation. Yes. Now we are going back in our local language, Malayalam. Okay. Okay. ഇപ്പം കാനഡയിൽ പോയിട്ട് എത്ര നാളായി? കാനഡയിൽ പോയിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്. ഒരു 9 മാസമായി. 9 മാസമായി. ഇപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു കാനഡയിൽ. അപ്പം ഇവിടുത്തെ തുടക്കം മുതലുള്ള പഠിത്തത്തിന്റെ കാര്യം ഇതുവരെയുള്ള ഒന്ന് പറയാമോ? തുടക്കം മുതൽ കുഴപ്പമില്ലായിരുന്നു അവിടെ പോയിട്ട്. അല്ല, ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അവിടെ എത്തിച്ചേർന്നോടം വരെയുള്ള കാലങ്ങൾ. ആദ്യം ഞാൻ ബോംബെയിലായിരുന്നു. എന്റെ അച്ഛന്റെ ജോലി അവിടെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ബോംബെ പോയി പഠിക്കായിരുന്നു. അത് LKG അവിടെ പഠിച്ചു ഞാൻ. LKG പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നു. ഇന്ത്യ കേരള അവിടെ വന്നിട്ട് പൈക, കോട്ടയത്ത് പയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ഞാൻ ജ്യോതി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ആ സ്കൂളില് ഞാൻ UKG പഠിച്ചു. അത് ഇംഗ്ലീഷ് മീഡിയം? ഇംഗ്ലീഷ് അല്ല, നോർമൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാവറ, പാല കോട്ടയം, അവിടെ ഞാൻ ചാവറ ബെസ്റ്റ് സ്കൂൾ ഇൻ കേരള. അങ്ങനെ ഞാൻ അവിടെ പോയി പഠിച്ചു 7 വർഷം. 7 വർഷം. അതിനുശേഷം കാനഡയിലേക്ക് പോയി. ഇപ്പം ബോംബെ പഠിച്ചു, പയ്യയിൽ പഠിച്ചു, പാലായിൽ പഠിച്ചു, നായനായി പഠിച്ചു. ഇതിലേതാ ഏറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്? പാലയാണ്. അതല്ലേ? അതിന്റെ ഒരു കാരണം 1-2 റീസൺസ് പറയാമോ? റീസൺസ് വെച്ചാല് ഇവിടെ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ കുറെ നാളായിട്ട് ഇവിടെ തന്നെ പഠിച്ചുകൊണ്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഒരു ലൈക്കിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. വീടുമായിട്ടൊക്കെ അറ്റാച്ച്മെന്റ്, കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. കാനഡയില് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഫീൽ ഇവിടെയാ. അതെ അല്ലേ? ഗുഡ് ഫീൽ. ഇപ്പം കാനഡയിൽ പോയിട്ട് 8 മാസമല്ലേ ആയുള്ളൂ. ഒരു 2-3 വർഷം അടുപ്പിച്ച് അവിടെ നിൽക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നുമോ? പറയാൻ പറ്റത്തില്ല. അതെല്ലേ? അവിടെ ഇഷ്ടമായ പിന്നെ ഇഷ്ടമായി. അതെ അല്ലേ? അപ്പം ഈ ഒരു പ്രായത്തിൽ 4-5 സ്ഥലത്ത് പോയി വിദ്യാഭ്യാസം നടത്തി. ഇപ്പൊ അവിടെ ഏതാ ലാംഗ്വേജ് ഏതൊക്കെ അറിയാം? എനിക്കിപ്പോ അറിയാവുന്ന 4 ലാംഗ്വേജ് ഏതൊക്കെയാ? മലയാളം, ഹിന്ദി, ജർമ്മൻ, ഇംഗ്ലീഷ്. അവിടെ ജർമ്മൻ പഠിക്കുന്നുണ്ട്? അവിടെ ജർമ്മൻ പഠിക്കുന്നു. കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ? മലയാളികളുണ്ടോ? മലയാളികളില്ല. ഇല്ല, ഒരാളുമില്ല. പിന്നെ കൂടെ ഉള്ള ആരൊക്കെയാ? ഏത് ലാംഗ്വേജ് ഒക്കെയാ ഉള്ളവരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വെച്ചാല് കുറെ പേര് കാനഡയിൽ നിന്നാ, പിന്നെ കുറെ പേര് കൊറിയന്നുണ്ട്. കൊറിയ? ഓ ശരി. അവര് കൊറിയൻ ഭാഷയാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷാണോ? അല്ല, ഇംഗ്ലീഷാ. നല്ല ഡിസിപ്ലിൻഡ് സ്കൂളാണോ അത്? ഇവിടുത്തെ ചാവറക്കാലൊക്കെ അവിടെ കാനഡ വെച്ചാല് ഇപ്പം പബ്ലിക് സ്കൂൾ ആണെങ്കിലും പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിലും മാനേഴ്സ് വേണം അവിടെ. മാനേഴ്സ് വേണം. സ്ട്രിക്റ്റ്. അതെ അല്ലേ? പിള്ളേര് വഴക്കൊക്കെ ഉണ്ടാക്കിയ പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്? എന്ത് തരം പണിഷ്മെന്റാ? ഒന്നെങ്കിൽ അവരുടെ HM പണിഷ് ചെയ്യും, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കും. ഹ്യൂജ് എമൗണ്ട്. അതല്ലേ? അപ്പൊ എല്ലാരും ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്നോളും. ഇവിടുന്ന് നീറ്റ് ആൻഡ് കാമൊക്കെ ഏതാ ഏറ്റവും നല്ലത്? നീറ്റ്നെസ് എന്ന് പറഞ്ഞാല് കാനഡയാ. നമ്മളിപ്പോ മുട്ടയുടെ കള്ളാസൊക്കെ വലിച്ചെറിയുമോ അവിടെ? ഇല്ല. അങ്ങനെ എറിഞ്ഞ് കണ്ടുപിടിച്ചാ പണിഷ്മെന്റ് ഉണ്ട്. ആരും അങ്ങനെ ചെയ്യേല. ഞാനിപ്പം ഇവിടെ പാലാ ടൗണില് ഓഫീസ് ഉണ്ട ആളാ. ഞാനിപ്പോഴും കാണുന്നുണ്ട് ഈ ചാവറ സ്കൂളിലെ പിള്ളേരൊക്കെ മുട്ടായി വലിച്ചെറിയുന്നു, കുടിച്ച വെള്ളത്തിന്റെ കുപ്പി എറിയുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ആ സ്കൂളിൽ അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളിൽ ഒരു അധ്യാപകർ അതിനെപ്പറ്റിയുള്ളതൊന്നും അവയർനെസ് കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ നീ പഠിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നോ ഇതിനെപ്പറ്റിയൊന്നും? ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഇതെല്ലാം ഇങ്ങനെ റോഡിൽ എറിയുവാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് തുടക്കം മുതലേ അതൊന്ന് ശീലിപ്പിച്ചാലേ വലുതാകുമ്പോ അങ്ങനെ ചെയ്യാതിരിക്കത്തുള്ളൂ. പിള്ളേർക്ക് യാതൊരു കൂസലും ഇല്ല, വലിച്ചെറിയുകയാണല്ല റോഡിലോട്ട്. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ഒരു അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഉണ്ടോ? അവയർനെസ് ക്ലാസ്സുകളില്ല, പക്ഷെ അവര് അങ്ങനെ ഉണ്ട്. അങ്ങനത്തെ ഒരു ബ്ലഡ് ഇല്ലാതെ ഉണ്ട് നീറ്റ്നെസ്. ഇവിടെ അതില്ല, അതാണ് പ്രശ്നം.
എന്ത് ചെയ്യാനാ, ഞാനും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ വലിച്ചെറിയുന്നത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. പിന്നെ സ്പോർട്സും കാര്യങ്ങളൊക്കെ അവിടെയാണോ ഇവിടെയാണോ ബെറ്റർ? ഇവിടെയാ ബെറ്റർ ഇവിടെയാ. അതെല്ലേ, അതായത് നിന്റെ ഫേവറേറ്റ് ഗെയിം ഫുട്ബോൾ ആയതുകൊണ്ടാണോ ബെറ്റർ എന്ന് പറയുന്നത്? ബെറ്റർ എന്നല്ല, ഇവിടെ കൂടുതൽ ചാൻസ്. ഇപ്പം കരിയർ ആയിട്ട് കേറുവാൻ പോവുകയാണെങ്കിലും അല്ലാതെ കളിക്കുകയാണെങ്കിലും ഇവിടെയാ ബെറ്റർ. കരിയർ ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ് കൂടുതൽ. ഇവിടെയാ. അതല്ലേ. ഗെയിമിനൊക്കെ കൂടുതൽ സമയം തരുമോ കളിക്കാനൊക്കെ പിള്ളേർക്കൊക്കെ? അല്ലെങ്കിൽ മുഴുവൻ പഠിത്തം പഠിപ്പീര അങ്ങനെയല്ല. വെച്ചാല് നമുക്ക് വേറെ കുറെ ക്ലാസ്സസും ഉണ്ട്. വെച്ചാല് നമ്മളെ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ശരി. വെച്ചാല് വുഡ് വർക്കിംഗ് ഉണ്ട്, പിന്നെ കുക്കിംഗ് ഉണ്ട്, ആർട്സ് ഉണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള സാധനമുണ്ട്, കുറെ ഉണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസം സമ്പ്രദായത്തിലില്ല. അത് വേണമെന്ന് പലരും, സന്തോഷ് ജോർജ് കുളങ്ങര, ശശി തരൂര്, ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുക്കണമെന്ന്. പ്രാക്ടിക്കൽ നോളജും കൂടെ അവയർനെസ്സും കൂടെ പിള്ളേർക്ക് കൊടുക്കണം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ. അത് വളരെ അത്യാവശ്യമാണ് ഞാൻ നോക്കിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് പുസ്തകം പഠിച്ച് പുറത്തോട്ടിറങ്ങുന്നു, ലോകത്തെപ്പറ്റി യാതൊരു പരിചയമില്ലാതെ ഇങ്ങനെ വളരും, അത്ര തന്നെ. വിമാനയാത്രയൊക്കെ ഇഷ്ടമാണോ? എനിക്ക് യാത്രയോട് ഇഷ്ടമില്ല. ഇല്ല, എവിടെയെങ്കിലും ഇങ്ങനെ സെറ്റിൽ ചെയ്തിരിക്കണം. അതാ ഇഷ്ടം. അതെ അല്ലേ. പക്ഷെ എനിക്ക് യാത്ര ഇഷ്ടമാണ്, ഇങ്ങനെ കറങ്ങി ലോകം കാണുന്നത് ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ നേച്ചറാ, അതൊരു സ്കില്ലും. അതെ അല്ലേ. പിന്നെ ആദ്യമേ കാനഡയിൽ ചെന്നപ്പം 2 മണിക്കൂർ 2 കിലോമീറ്റർ നടക്കണമായിരുന്നു, സ്കൂൾ ബസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ കാരണം എന്നാ? കാരണം വെച്ചാല് നമുക്കിപ്പോ സ്കൂൾ ബസ് കിട്ടണമെങ്കിൽ നമ്മള്